വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം എന്തായി മുട്ടക്കറി എളുപ്പമല്ലേ ഉണ്ടാക്കാൻ എന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്ന കാണും. ശരിയാണ്, മുട്ടക്കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ചൂട് കാലത്ത് ഈ ചൂട് പഠിച്ച് തീയുടെ ചോട്ട് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ പണിയാണ് മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇടിയപ്പം ഒക്കെ വെക്കുമ്പം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും, ഇച്ചിരി മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ലതാണല്ലോ എന്നൊക്കെ. പക്ഷെ ഭയങ്കര പാടാണ് ഈ ചൂടടിച്ച് നമുക്ക് അതിൻ്റെ ചൂട്ട് നിൽക്കാൻ. എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം, എളുപ്പത്തിൽ മുട്ടക്കറി വയ്ക്കാം. എങ്കിൽ ഗ്യാസിൻ്റെ ചൂട്ടിലോ തീയുടെ ചൂട്ടിലോ നമ്മൾ അധികം നേരം നിൽക്കേണ്ടതായിട്ടും ഇല്ല, ചൂടടിക്കേണ്ടതായിട്ടും ഇല്ല. നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. എങ്ങനെയാണെന്നല്ലേ ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്? ഈ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കർ നമുക്ക് എളുപ്പത്തിൽ മുട്ടക്കറി ഉണ്ടാക്കാം. ഇത് വഴറ്റുകയും വേണ്ട, ഇതിൻ്റെ ചൂട്ടിൽ നമ്മൾ ഒത്തിരി നേരം നിൽക്കുകയും വേണ്ട. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ലെങ്കിൽ വരൂ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ആ മുട്ടക്കറി ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ മുട്ടക്കറിക്കായിട്ടുള്ള സബോള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിക്ക ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നമ്മുടെ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചു. ചൂടായി വന്നപ്പോഴത്തേനും ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നോർമലായിട്ട്. ഇനിയിപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും തക്കാളിക്കായും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്നൊന്ന് വഴലാനും ഒക്കെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇനി നമ്മുടെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സവോളയ്ക്ക്, നമ്മുടെ ഉള്ളിക്കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ശേഷം ഒരു 2 തൊട്ട് 3 വിസിൽ വരെ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നമ്മുടെ ഉപ്പ് ഒക്കെ പാകത്തിനാണോ എന്ന് നമ്മൾ നോക്കുക. അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊന്നുകൂടി തിളയ്ക്കാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കും. കാരണം ഞാൻ മസാലപ്പൊടി വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുക്കുന്ന മസാലപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുളക് പൊടിയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാലപ്പൊടിയാണെന്നുണ്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഈ മുട്ടക്കറി നമ്മുടെ അപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണേലും, നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ നോർമൽ വെക്കുന്ന ഉള്ളിക്കറിയിൽ നിന്നും ഇതിനൊരു ടേസ്റ്റ് ഡിഫറൻസും ഉണ്ടാകുകയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക.